അപ്പോൾ കൃഷ്ണൻ പറയുന്നു, അർജുന, വാട്ട് ഈസ് ദെയർ എന്നുള്ളതല്ല, ഹൗ ഐ ആം ഗോയിങ് ടു മാനേജ്. ഞാൻ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യും? അതും അങ്ങനെ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ തന്നെ ലൈഫ് വളരെ കമോൺ ഹാപ്പിയാണോ അല്ലയോ? ഹാപ്പിയാണോ അല്ലയോ? ഞാൻ ഇക്കാര്യത്തിലൊക്കെ ഉണ്ടല്ലോ, പഴയ അമ്മമാരൊക്കെ തൊഴുതു പോകും. വീട്ടിലൊരു പക്ഷേ അവർ വിചാരിച്ച സാധനങ്ങളൊന്നും ഉണ്ടാകും, പക്ഷെ ഉള്ളത് വെച്ചിട്ട് അവര് എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ ഉണ്ടാക്കുക. ആണോ? പറയും. കമോൺ. ഞാൻ തന്നെ നമ്മളെ പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കൂടെയുള്ള കുക്കുമാരുണ്ട്. ചില സമയത്ത് ചിലതൊന്നും തികയില്ല, പക്ഷെ എങ്ങനെ അവരിത് ഉണ്ടാക്കുന്ന അറിയില്ല, സംഗതി ഒപ്പിച്ചിട്ടുണ്ടാവും. ഈ പാലക്കാടുകാരുടെ സാമ്പാറിനെ കുറിച്ച് പറയും. ഒരു പക്ഷെ വലിയ ഫംഗ്ഷനിലൊക്കെ വരുമ്പോൾ സാമ്പാർ ലാസ്റ്റ് തീർന്നു, പക്ഷെ ഏറ്റവും ഒടുവിൽ വളർത്തിയ സാമ്പാറായിട്ട് എക്സലന്റ്. കാരണം കഞ്ഞിവെള്ളം നല്ലോണം ഒഴിച്ചിട്ടുണ്ടായി. എങ്ങനെയെങ്കിലും ഞാൻ പാലക്കാടുകാരെ കുറ്റം പറയുന്നത്, കാരണം അവർക്കറിയാം എങ്ങനെ പുതിയൊരു സാമ്പാർ കഞ്ഞിവെള്ളം കൊണ്ടും ഉണ്ടാക്കണം. കഞ്ഞിവെള്ളം ഊത്തടാന്ന് പറയുന്നത് സംഭവം. അതിനകത്ത് കഞ്ഞിവെള്ളം കുറച്ച് സാധനം കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനറിയില്ല സാമ്പാറല്ല. അപ്പൊ ഒരു പരാതിയില്ല, ഒരു പ്രശ്നവും. എന്നാൽ നമ്മൾ നോക്കൂ, ഇന്നിപ്പോ ഒരു വീട്ടിൽ 10 പേര് കയറുന്നു, 5 പേരെ വരണു പറഞ്ഞു, 10 പേര് വന്നു ചായ. പിന്നെ കിടന്ന് ആകെ പ്രശ്നമാണ്. കാരണം 10 പേർക്ക് പകരം, എന്നാൽ 5 പേർക്ക് പകരം ഇനിയിപ്പോ എന്താ ചെയ്യാം? മറ്റ് പഴയ ആളുകളുണ്ടല്ലോ, പഴയ ആളുകൾക്ക് 10, 15 ഒരു കുഴപ്പമില്ല, ഇപ്പൊ റെഡിയില്ല. ഇതെങ്ങനെയാ ചായ 10 എന്നുള്ള ദൈവത്തിന് മാത്രമേ അറിയൂ. പക്ഷെ അവർ വേണ്ടാത്തൊന്നും ഒഴിച്ചില്ല. ഇത്തിരി പരിശുദ്ധൊക്കെ ഉണ്ടായിരുന്നു, അവരങ്ങനെ ഈ സോപ്പുകളൊന്നും ഒഴിച്ചൊന്നും. അങ്ങനെ അവർ മാനേജ് ചെയ്യും. കാരണം അന്നത്തെ പാൽക്കാരൻ അങ്ങനെയായിരുന്നു. പാൽക്കാരൻ ഒരു വീട്ടിലും പാൽ എത്താതിരിക്കില്ല. അവന്റെ വീട്ടിൽ ഒരു പക്ഷെ പശു കൊടുക്കുന്ന പാല് കുറവായാലും വീടുകളിൽ അവൻ കമ്മിറ്റ് ചെയ്ത പാൽ എല്ലാവർക്കും കിട്ടിയില്ല. അത്ര സ്കിൽഡ് ആളുണ്ടായി. ഇത് മാനേജ് ചെയ്യാൻ പറ്റും അല്ലെ? ശരിയല്ലത്. പണ്ട് കാലത്ത് മാനേജ് ചെയ്യാൻ പറ്റുന്ന പോലെ ഇന്ന് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ദ മെയിൻ തിങ്, നമ്മൾ ആ കംഫർട്ടിലേക്ക് അങ്ങനെ പോയി 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 നമുക്ക് ഡിസ്കംഫർട്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കമോൺ പറ്റുന്നില്ല. അപ്പൊ ഞാൻ തന്നെ നോക്കാറുണ്ട്, പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ കൊതുകൊന്നും കടിച്ച ഒരു പ്രശ്നം, ഇപ്പൊ ഒരു കൊതുകടിച്ച നമ്മൾ അങ്ങനെ കൊതുകില്ലാതെ ജീവിച്ച് കൊതു എല്ലാം ഔട്ടാവണം. നമ്മൾ ഔട്ടാവുന്നത് ഉറപ്പാണ്. പക്ഷെ എന്നാൽ അവരെ ഔട്ടാക്കി നമുക്കിപ്പോ അവര് വന്നാൽ ഡിസ്റ്റർബ് ആയി. മനസ്സിലായി? ഇപ്പൊ ചില വീട്ടിലൊക്കെ ഈ ഇപ്പൊ നമ്മൾ പഴയ പോലെ ഈ ഇതൊന്നും കാണാതെയില്ല. കാരണം അതൊക്കെ ഒഴിവാക്കി വീട്ടിൽ. ഇപ്പൊ ആ സാധനം അടുത്തുകൂടെ പോയാൽ നമുക്ക് ഉറങ്ങാൻ പറ്റും. പഴയ വീടുകളിലൊക്കെ ഒരു വശത്ത് തവള പോകുന്നുണ്ടാവും, അപ്പുറത്തൂടെ പാമ്പ് പോകുന്നുണ്ടാവും, എന്തെല്ലാം അങ്ങനെ താമസിക്കുന്നവരില്ലേ. എലി പോകുന്നുണ്ടാവും, ഉണ്ടാവുമോ? എലിയൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അതോടെ സുഖമായിട്ട് പോകുന്നു, ഒരു പ്രശ്നമില്ല. ശരിയാണോ? കമാൻ. കണ്ടിട്ടില്ലേ നിങ്ങൾ എത്ര പേര് അങ്ങനത്തെ ജീവിതത്തിലൂടെ നടന്നു? അന്ന് നമുക്കിതൊന്നും പ്രശ്നമായി. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ കംഫർട്ടിന്റെ വേൾഡിലേക്ക് വന്നപ്പോൾ നമുക്ക് ഡിസ്കംഫർട്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അവിടെയാണ് കൃഷ്ണൻ പറഞ്ഞത്, അർജുന, പരിജ്ഞാത. അതായത് നമ്മൾ എന്താണോ സറൗണ്ടിങ്സ് എന്നല്ല, ഹൗ ഐ ആം ഗോയിങ് ടു മാനേജ്. അത് നമ്മൾ നല്ലോണം ഫോക്കസ് ചെയ്യാം. ഐ ആം ഗോയിങ് ടു മാനേജ്. അത് നമ്മൾ പറഞ്ഞു നമുക്കെല്ലാം പ്രോപ്പർലി ഒരു ഡിസ്റ്റർബൻസ് ഇല്ല മാനേജ് ചെയ്യാൻ പറ്റും. ലൈഫ് ക്യാൻ ബി മാനേജ് ഇഫ് അവർ ആറ്റിറ്റ്യൂഡ് ഈസ് സോ പോസിറ്റീവ്. അപ്പൊ ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് ഷുഡ് ബി വേർ, നോട്ട് ഔട്ട്സൈഡ്. ഫോക്കസ് ഷുഡ് ബി ഇൻ അവർ ഓൺ മൈൻഡ്. അതെപ്പോഴും നമ്മളൊക്കെ ഗീത എവിടേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്? മൈൻഡിലേക്ക്. ആ മൈൻഡിനെ റിഫൈൻ ചെയ്യും, ആ മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്യും, ആ മൈൻഡിനെ പോസിറ്റീവാണ്, ആ മൈൻഡിന്റെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യും. പക്ഷെ അതത്ര എളുപ്പമല്ല. ഒരു ഗ്രാജുവലി നമുക്കിപ്പോൾ ഒരു 7 ദിവസം 6 ദിവസം കൊണ്ട് കുറേ ദിവസം നമ്മൾ കേട്ട് കൺവിൻസ് ദിസ് ക്യാൻ ബി പോസിബിൾ. കാരണം നമ്മളൊരു വേറൊരു ജീവിതം നയിച്ച് പെട്ടെന്ന് ഇതിലേക്ക് വരില്ല. അത്ര നമുക്ക് ഈ അർജുനന് തന്നെ 18 അധ്യായം കൃഷ്ണൻ പറഞ്ഞു കൊടുത്തു. പറഞ്ഞാൽ ഒരു അധ്യായം കൊണ്ട് തീർക്കാവുന്ന കാര്യമുള്ളൂ. അർജുനന് തന്നെ 18 അധ്യായം പറഞ്ഞു വെച്ചാൽ നമുക്കൊരു പക്ഷേ ഡബിൾ അധ്യായം പറയും. കാരണം അർജുനനേക്കാളും കുറച്ചുകൂടി നമ്മൾ പെട്ടെന്ന് മറവിയുള്ളവരായതുകൊണ്ട് അവസാനത്ത് കഴിഞ്ഞാൽ പറയും
ഗീതയിലത്ത് എന്താ പറഞ്ഞത്? മൈൻഡ് നേരെയാക്കണം, ലോകം നേരെയാക്കണം. കാരണം അപ്പോഴും നമ്മൾ മറ്റൊരാളെ നേരെയാക്കണം എന്നുള്ളതായിരിക്കും നമ്മുടെ ശ്രദ്ധ വരും. ആ ഒരു മൈൻഡ് നേരെയാണ്. അതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ നോക്കൂ ഏറ്റവും കൂടുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൈൻഡ് മൈൻഡ് മൈൻഡ്. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, ഗുജറാത്തിൽ ഒരു 80-70 പേര് ഒരു സ്വിംഗ് ബ്രിഡ്ജ് വീണിട്ട് മരിച്ചുപോയി, കണ്ടില്ലേ? നിങ്ങൾ ആരെങ്കിലും ഹരിദ്വാർ രാംചൂല ലക്ഷ്മൺ ചൂല പോയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അതേപോലെയുള്ള ഒരു ബ്രിഡ്ജിലാണ് ഇന്നലെ കുറെ ആൾക്കാർ. സത്യത്തിൽ ആളുകൾ മരിച്ചതിന്റെ കാരണം ആ ബ്രിഡ്ജാണ്, ചോദിച്ചാൽ ബ്രിഡ്ജാണ്. പക്ഷെ ബ്രിഡ്ജിന്റെ നിങ്ങൾ നോക്കിയതിന്റെ പിക്ചർ നോക്കും, ഒരു ഭാഗം തകർന്നു, ഒരു ഭാഗം തകരാറുള്ള നിൽക്കുന്നുണ്ട്. പുറത്ത് പോകുന്നവരെ അത് പിടിച്ചു നിന്നു, അതിന് രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരൊക്കെ പാനിക്കായി. ഓവർ പാനിക്കായവര് അത് വീണപ്പോഴേക്കും അതിന്റെ ആ പേടിച്ച് താഴെ വീണു, അങ്ങനെ മരിച്ചു. വാസ്തവത്തിൽ മരിച്ചതിനും കാരണം നീന്തൽ അറിയാത്തതുകൊണ്ടാവില്ല. ഈ പാനിക് സിറ്റുവേഷനിൽ അവര് ഡൗൺ ആയിട്ട്. അപ്പൊ ആ സമയത്ത് ബുദ്ധി വരണ്ടേ? ആ കൃത്യ സമയത്ത് നമുക്ക് ആ അവയർനെസ് വരണം. നിങ്ങള് പോകണം, സ്വിം ചെയ്ത് പോകണം. അതൊന്നും ആ സമയത്ത് തോന്നി. ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കും, ഇപ്പൊ 2 ദിവസം മുമ്പ് ഹാലോവിൻ ഇവിടെ സൗത്ത് കൊറിയയില് സോളില് സെലിബ്രേറ്റ്. ഇത് തന്നെ കാര്യം. അൺനെസസറി ആളുകൾ ഇടിച്ചു കയറി. അപ്പോഴേക്കും അവിടെ ഭയങ്കര എന്താണ്, എല്ലാവരും കൂടി അങ്ങോട്ട് കൺജസ്റ്റഡായി. പിന്നെ പിടി അടി, പിന്നെ ഓടാൻ തുടങ്ങി, ഓടിപ്പോയി. ബേസിക്കലി ഈ മരണങ്ങൾക്കൊക്കെ കാരണം വേണ്ട ബുദ്ധി വേണ്ട സമയത്ത് സ്ഥാപിക്കും. കുറേ കാഷ്വാലിറ്റി അത് അവരവർ തന്നെ കുറെ വിളിച്ചു വരും. അപ്പൊ നമ്മൾ കുറെ ഇക്കാര്യത്തിൽ ഒരു മെച്യൂരിറ്റി നേടണം. അത് കഴിഞ്ഞിട്ട് അവിടെ സ്വിമ്മിന്റെ ബോൾ പോയിട്ട് അത് വീഴുന്ന സമയത്ത് തേടി പിടിക്കണം നല്ലതാണ്. ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് ഫിയർലെസ് ആയിട്ട് നമ്മുടെ സിറ്റുവേഷൻ വേറെ. നമുക്ക് പലതരത്തിലുള്ള സിറ്റുവേഷൻ നമ്മുടെ മുന്നിലും വരുമ്പോൾ ആ പാനിക് ആവാൻ മനസ്സിന് ഒരിക്കലും. അപ്പൊ പാനിക് ആവുന്ന സമയത്ത് പെട്ടെന്ന് അത് ഡ്രോപ്പ് ചെയ്യാൻ ഇതൊക്കെ ഓർമ്മ വേണം. ഇത് പെട്ടെന്ന് മനസ്സിനെ ക്ലിയർ ആക്കണം. അവര് ഗീത കേട്ടിരുന്നെങ്കിൽ ഇത്ര ശ്രമിക്കില്ല. ഇനിയിപ്പോ അവരോട് പറഞ്ഞില്ല, ആത്മാക്കൾക്കല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ബുക്കുകളൊക്കെ സ്കൂൾ ലെവലിൽ തന്നെ പഠിപ്പിക്കേണ്ടത് വേണ്ടേ? വേണോ? സ്കൂൾ ലെവലിൽ തന്നെ കുട്ടികളെ ഇതെല്ലാം പഠിപ്പിക്കണം. അപ്പൊ നാളെ മുതൽ കൃഷ്ണൻ അതിന്റെ ഒരു പ്രാക്ടീസ് ഇപ്പൊ നമുക്ക് പറയാൻ എളുപ്പമാണ്. യു ഡ്രോപ്പ് ഇറ്റ്, യു മേക്ക് യുവർസെൽഫ് ഗെറ്റ് മെച്യൂർ, മേക്ക് യുവർസെൽഫ് സ്ട്രോങ്ങർ. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ വി നോ ദാറ്റ് ദ ഫാക്ട് the mind which we carry until now can't be refined over. It takes time. അപ്പൊ അതിന് കൃഷ്ണൻ ചില ടിപ്സുകൾ നമുക്ക് ക്ലിയർ ആയി പറഞ്ഞു എങ്ങനെ നമുക്കിതിനെ ഈസി വേ അതിനെ റിഫൈൻ ചെയ്ത് എടുക്കാൻ പറ്റും, എങ്ങനെ അതിനെ കുറെ സ്ട്രോങ്ങർ ആക്കി. നാളത്തെ കുറച്ച് ശ്ലോകങ്ങൾ നമുക്ക് കൃഷ്ണൻ പറഞ്ഞു തരുന്നു. അത് ഗംഭീര ശ്ലോകമാണ്. ദോസ് ഹു ആർ വർക്കിംഗ് ഇൻ ദ പ്രൊഫഷണൽ ഫീൽഡ്, അതുപോലെ തന്നെ ഈവൻ ഫാമിലി ലൈഫിലും ചില ശ്ലോകങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ. ഞാൻ ഇന്നലെ നമ്മുടെ ശ്രീ സ്വാമിജി വന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു പ്രൈവറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു തിരുമൂളിൽ. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു, ഇങ്ങനെ ചില ശ്ലോകങ്ങൾ ഇതിലുണ്ട്, അതൊരു ഓർഗനൈസേഷൻ ലെവലിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ നമുക്കൊരു നല്ലൊരു ഗംഭീരമായ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യാം. സോ ഹി വാസ് സോ when I told him, explained him all those things, വളരെ എക്സൈറ്റഡ് ആയിട്ട്, ഓ ദിസ് ഇസ് സംതിങ് ന്യൂ സീയിങ് ദിസ്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇതൊന്ന് എടുക്കണം, ഇതൊന്ന് മനസ്സിലാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഈ ശ്ലോകത്തെ കുറിച്ച് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾ കേട്ടുകയാണ്, നമ്മുടെ മെട്രോ മാൻ സെന്റർ, ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഡൽഹി, ഫസ്റ്റ് മെട്രോ. earlier it was there in the കൊൽക്കത്ത, എവിടെ എന്താണ് പറയാ, എന്താണ് ആ ബ്രിഡ്ജിന്റെ പേര്, ഹൗറ സ്റ്റേഷൻ. അവിടെയാണ് അത് മെട്രോ ആദ്യം ആ സ്റ്റേഷനിലൊക്കെയാണ് ഡെവലപ്പ്. വെരി ലിമിറ്റഡ്. പക്ഷെ ഒരു ലാർജ് സ്കെയിൽ ആദ്യമായി ഓപ്പറേഷൻ ചെയ്തത്
Delhi. In the fear you are, under him so many engineers and all workers, managers, every, that time it was very difficult. കാരണം നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിലേക്ക് റോഡ് പണി കഴിഞ്ഞിട്ട് ആറേക്കാണ് വാട്ടർകാരന്റെ കീഴിൽ കഴിഞ്ഞാൽ ടെലിഫോൺ കാര്യമില്ല. അതിനുശേഷമാണ് പിന്നീട് വേറൊരു എന്താ പറയുക, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു കുടിക്കലും കുടിക്കും. അങ്ങനത്തെ ഒരു റൂട്ടീനാണ്. ഒരാൾ വരും, അത് കഴിഞ്ഞാൽ അടുത്ത ആൾ വരും, അത് കഴിഞ്ഞാൽ അടുത്ത ആൾ. അത് പണ്ട് കൊച്ചി കോർപ്പറേഷൻ കുറെ ചെടി വെക്കാൻ ആളെ ഏർപ്പാടാക്കിയിരുന്നു. 3 പേരെ എൻഗേജ് ചെയ്തു. അവിടെ കുറച്ച് പ്ലാന്റ്സ് വെക്കാൻ. അപ്പൊ അതിലൊരുത്തന്റെ ജോലി എന്താ വെച്ചാൽ പ്ലാന്റ്സ് വെക്കുന്നവൻ 2x2 ഒരു ഫിറ്റ് ഉണ്ടാകും. മറ്റവന്റെ ജോലി എന്താ വെച്ചാൽ അതിൽ കുറച്ച് മണ്ണും അതിൽ കുറച്ച് ഈ എന്താ പറയാ കുറച്ച് ഫെർട്ടിലൈസർ കൊടുത്തിട്ട് അത് ഈ ചെടി വെച്ചതിന് ശേഷം അതിടും. രണ്ടാമത്തെ ചെടി വെക്കണം, മൂന്നാമത്തവൻ ഈ ഫെർട്ടിലൈസർ മണ്ണൊക്കെ. ഒരു ദിവസം എഞ്ചിനീയർ വന്ന് നോക്കുമ്പോണ്ട് ഒരുത്തൻ കുഴി കുഴിക്കണം, മറ്റവൻ എല്ലാ മാനുവലും അത് ഫില്ല് ചെയ്യും. അവനോട് ചോദിച്ചു, ഇതിൻ്റെ അകത്തൊരു ചെടി വെക്കണ്ടേ? പറഞ്ഞു അവൻ ലീവിനാണ്, പക്ഷെ ഞാൻ ഞങ്ങളുടെ ജോലി ചെയ്യുന്നത്. അവൻ ലീവായത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് മറന്നു എന്ന് പറഞ്ഞ പോലെയാണ്. എല്ലാം കഴിഞ്ഞാലാണ് ഈ പോലീസ് പറയുന്നത്. അതേ പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും കോർഡിനേറ്റ് ചെയ്യും, എല്ലാവരും മിനിസ്റ്റർ ലെവലിലും എല്ലാവരും കൂടി കോർഡിനേറ്റ് ചെയ്യും. ഒരു പ്രൊജക്ട് സക്സസ്ഫുൾ ആണെങ്കിൽ എല്ലാവർക്കും ഒരു ക്ലാസ്. അതിന് സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത്, ഐ ആം ലക്കി ടു വർക്ക് അണ്ടർ അടൽജി ഹാരി വാജ്പേയി. ആ സമയത്താണ് പ്രോജക്റ്റ്. അദ്ദേഹം ഫുൾ ഫ്രീഡം ഇല്ലായിരുന്നു. അപ്പൊ അന്ന് ആ സമയത്ത് അദ്ദേഹം ഇവർക്കെടുത്ത ക്ലാസ്സിൽ പറഞ്ഞ കുറച്ച് ശ്ലോകങ്ങൾ അത് ഭഗവത്ഗീത നാളെ അത് വളരെ പോസിറ്റീവായി. അപ്പൊ നിങ്ങൾ നോക്കൂ, ഭഗവത്ഗീത ഹൗ ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദ മോഡേൺ വേൾഡ് എന്നത് recite the first slogan and we will move to 14. Okay. Arjuna uvacha sannyasasya mahabaho tattvamichhami vedidam त्यागस्य च कृषिकेश पृथक्केशीनिषूदन श्रीभगवानुवाच अधिष्ठानं तदा कर्ता करणं च पृथग्विदम् विविधाश्च पृथक् चेष्टा दैवं चैवात्र पञ्चमम् शरीरवाक्मनोभिर्यत् कर्म प्रारभते नरा न्यायं वा विपरीतं वा पञ्चैते तस्य हेतवः तत्रैवं सति कर्तारम् आत्मानं केवलं तु यः पश्यत्यकृतबुद्धित्वात् न स पश्यति दुर्मदे यस्य नाहं कृतो भावो बुद्धिर्यस्य न लिप्यते हत्वा विषयिमान् लोकान् न हन्ति न निबध्यते
ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മ ചോദന കരണം കർമ്മ കർത്തേരി ത്രിവിധ കർമ്മ സംഗ്രഹ ജ്ഞാനം കർമ്മ ച കർത്താ ച ത്രിദൈവ ഗുണഭേദത പ്രോച്യതേ ഗുണസംഖ്യാനേ യഥാവശ്രുണുതാന്വപി. ഈ ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത്. അപ്പൊ ഭഗവത്ഗീത എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പിക്ചർ ഉണ്ടാകും. സാധാരണ നമ്മൾ ഏതൊരു ടെക്സ്റ്റ് കേൾക്കുമ്പോഴും ആ ടെക്സ്റ്റുകൾ ഭാഗവതം നമുക്കൊരു സ്റ്റോറി ബുക്കാണ്. കാരണം ഭഗവാന്റെ കഥകളാണ്. അതൊരു ജനറൽ ഐഡിയ ആളുകൾക്ക്. രാമായണം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബുക്ക് റിലേറ്റഡ് ടു ശ്രീരാം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെ ഓരോ പുരാണങ്ങൾ, ഇപ്പൊ സ്കന്ദ പുരാണം, പത്മപുരാണം, ഓരോ പുരാണങ്ങൾ പറയുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു ഐഡിയ മുഴുവൻ അറിയും. പക്ഷെ ഭഗവത്ഗീത എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫ്രെയിം ഇമ്മീഡിയറ്റ്ലി നമ്മുടെ മൈൻഡിൽ വരുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് വാസ്തവത്തിൽ ഭഗവത്ഗീത എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് തോട്ട് നമ്മുടെ ഉള്ളിൽ വരുന്നത് ഇറ്റ് ഈസ് എ മൈൻഡ് ട്രാൻസ്ഫോമിംഗ് ഓർ മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ ഗൈഡൻസ്. ഇത് മൈൻഡ് ട്രാൻസ്ഫോം ചെയ്യാനുള്ളൊരു ഗൈഡൻസ് ആണ്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ സെൽഫ് ട്രാൻസ്ഫോമിംഗ് ഗൈഡൻസ് ആണ് ഗീത. ഇറ്റ്സ് എ ഗൈഡ്. ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷനുള്ള ഗൈഡൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് നോട്ട് അർജുനൻ, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ഈച്ച് വൺസ് മൈൻഡ്. അപ്പൊ അതിൽ രണ്ട് ഫാക്ടേഴ്സ്. വൈ വി ആർ ലൈക്ക് ദിസ്, വൈ വി ആർ ലൈക്ക് ദിസ്, അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം ഗീതയിൽ. ആൻഡ് ഹൗ വി ഷുഡ് ബി, നമ്മൾ എങ്ങനെ ആയിരിക്കണം, എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു, എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആവണം. ഈ ഒരു ചിത്രമാണ് ഭഗവത്ഗീത നമുക്ക് തരുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ. ഭഗവത്ഗീത ഇസ് എ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ഗൈഡൻസ് ആണ്. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി, ഇനി എങ്ങനെ ആവണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ തരുമ്പോൾ അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ശരിക്കൊരു മൈൻഡ് സ്കാനിങ് റിപ്പോർട്ടും ആ മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു നോളജും പ്ലസ് അതിനുള്ളൊരു വഴികളും മെത്തഡോളജി, ടെക്നിക്, അതും കൃഷ്ണൻ തരിക. അതുകൊണ്ട് ഓരോ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയും ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ. ബ്രഹ്മവിദ്യ മീൻസ് ദ നോളജ്, ദ ഐഡിയാസ്, ദ വിസ്ഡം. ആൻഡ് യോഗശാസ്ത്രം എന്ന് പറഞ്ഞാൽ ദ മെത്തഡോളജി, അല്ലെങ്കിൽ ദ വേ, നമ്മൾ എങ്ങനെ ഇതിനെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കണം, എങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് ആ ടെക്നിക്സ്. ഇത് രണ്ടും കൃഷ്ണൻ നമുക്ക് പറയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മുഴുവൻ മൈൻഡിലാണ് നിൽക്കുന്നത്. ആ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കുക. എന്താണ് എൻ്റെ മനസ്സ്? അപ്പൊ നമുക്ക് പലപ്പോഴും നമ്മൾ നമ്മുടെ മൈൻഡിനെ മനസ്സിലാക്കുന്നില്ല. അതാണ് ജീവിതത്തിലെ പ്രശ്നം. എന്തുകൊണ്ട് ചിലര് വളരെ പെട്ടെന്ന് ഡൗൺ ആവുന്നു, ഡിപ്രസ്ഡ് ആവുന്നു, ഫ്രസ്ട്രേറ്റഡ് ആവുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമോ ദാറ്റ് ഈസ് ദെയർ നേച്ചർ, ദേ ആർ ലൈക്ക് ദാറ്റ്. നമ്മൾ അങ്ങനെ ബ്രാൻഡ് ചെയ്യും. ചിലർ വർക്കിൽ വളരെയധികം എന്തൂസിയാസ്റ്റിക് ആണ്, വളരെ ഫോക്കസ്ഡ് ആണ്. ചിലർ തീരെ ഡിസ്റ്റർബ്ഡ് ആണ്, മെന്റലി വളരെ അപ്സെറ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹി ഓർ ഷീസ് ലൈക്ക് ദാറ്റ്. ഇത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. അത് ഏത് തരത്തിലുള്ള മൈൻഡ് ആയാലും നമുക്ക് ഗ്രാജുവലി നമ്മളെ മാറ്റം വരുത്താം. അപ്പൊ യൂസ്ലെസ് മൈൻഡ് എന്നതില്ല, എല്ലാവരും യൂസ്ഫുൾ മൈൻഡാണ്. അപ്പൊ നമ്മൾ ആ മൈൻഡിനെ നമ്മൾ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കണമെങ്കിൽ നമുക്കറിയണം എങ്ങനെയാണ് ആ മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്തത്. സോ എങ്ങനെയുള്ള മൈൻഡാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഒരു സ്കാനിങ് റിപ്പോർട്ടാണ്. ഇപ്പൊ കൃഷ്ണൻ 3 റിപ്പോർട്ടാണ് തരുന്നത് ഓരോ കാര്യങ്ങളും. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ റിപ്പോർട്ട് ഇതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എല്ലാം ഇങ്ങനെ
ഈ ലാബിന്റെ പുറത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടേത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തോളാം. നോക്കാം ഏതൊക്കെയാണ്. കൃഷ്ണൻ പറഞ്ഞു ജ്ഞാനം, ജ്ഞേയം, പരിജ്ഞാത. അപ്പൊ നമ്മളൊരു കാര്യം അറിയുന്നതിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് പരിജ്ഞാത, ദ വൺ ഹൂ ഇസ് നോയിങ്. ഒരു നോവറുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളുണ്ട്, അറിയാനുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയമുണ്ട്. ആ വിഷയം അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അറിവുണ്ട്. അപ്പൊ അറിയുന്ന ആളെയാണ് പരിജ്ഞാത, ജ്ഞാതാവ്. അറിയുന്ന വിഷയത്തെയാണ് ജ്ഞേയം എന്ന് പറയുന്നത്. ആ കാര്യം നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഈ അറിവിനനുസരിച്ചായിരിക്കും, നമ്മുടെ ഉള്ളിൽ അറിഞ്ഞിരിക്കുന്ന അറിവിനനുസരിച്ചായിരിക്കും ഈ പരിജ്ഞാതാവ്, അറിയുന്ന ആള് ആക്ട് ചെയ്യുന്നത്. അപ്പോഴോ കരണം, കർമ്മ, കർത്ത. കർത്ത എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്ന ഒരാള്, കരണം ഇൻസ്ട്രുമെന്റ്സ്, ചെയ്യാനുള്ള ഉപകരണങ്ങൾ, കർമ്മം ചെയ്യുന്ന പ്രവൃത്തി. അപ്പൊ ഒരാളുടെ ഉള്ളിലുള്ള സ്റ്റഫിനനുസരിച്ചാണ്, അയാളുടെ ഉള്ളിലുള്ള പരിജ്ഞാതാവ് എന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അയാളുടെ കർമ്മങ്ങൾ. എവറി ആക്ഷൻ എവിടുന്നാ വരുന്നത്? നമ്മൾ പറയും ഇറ്റ് കംസ് ഫ്രം ദ ഇൻസ്റ്റിങ്ക്ട്. കൃഷ്ണൻ പറയുന്ന അല്ലല്ല. ഈ ഇൻസ്റ്റിങ്ക്ട് എന്ന് പറയുന്നതും ഒരാള് ഉള്ളിൽ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. എന്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടോ ആ വരുന്നതെല്ലാം നേരത്തെ തന്നെ റെക്കോർഡ്. ആര് റെക്കോർഡ് ചെയ്തു? മുകളിൽ നിന്ന് ദൈവം തന്നതല്ല. ആര് റെക്കോർഡ് ചെയ്തു? ഇത് നമ്മുടെ ഓവർ എ പീരീഡ് ഓഫ് ടൈം, നമ്മുടെ എവല്യൂഷനില്, നമ്മുടെ ലൈഫില്, നമ്മൾ ഓരോ ജന്മങ്ങളിലും അക്വയർ ചെയ്യുന്ന നോളജിനനുസരിച്ചായിരിക്കും നമ്മുടെ അടുത്ത ജന്മത്തിലുള്ള ആക്ഷൻസ് ഒക്കെ വരുന്നത്. അപ്പൊ ആക്ഷൻസ് എല്ലാം വരുന്നതിന് പിന്നിൽ ഉള്ളിൽ നിന്നൊരു പ്രോംപ്റ്റ് ചെയ്യാനൊരു നോളജിനായിരിക്കും. എന്നെ എന്റെ ജീവിതത്തിൽ പുറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ എന്നെ പുറകോട്ട് വലിക്കുന്ന, എന്നെ പിന്നിലിട്ടെടുക്കുന്ന ഒരു നോളജ്, ഒരു നെഗറ്റീവ് നോളജ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എന്നെ മുന്നോട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഡ്രൈവ് ചെയ്യുന്ന ഒരു നോളജും എൻ്റെ ഉള്ളിലുണ്ടാകും. എല്ലാവരുടെ ഉള്ളിലും അവർ ആക്ട് ചെയ്യുന്നതിന് പ്രോംപ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നേരത്തെ റെക്കോർഡ് ചെയ്തു വെച്ചു. ആര് റെക്കോർഡ് ചെയ്തു? അൺഫോർച്ചുനേറ്റ്ലി ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ്, ദേ ബിലീവ് ദാറ്റ് എവറിത്തിങ് ഈസ് റിട്ടൺ ബൈ ഗോഡ്. മുകളിൽ നിന്ന് ദൈവം എഴുതിയത്. ഹിന്ദുമതം ഇങ്ങനെ യാതൊന്നും പഠിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പഠിപ്പിക്കാത്തത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അൺസയന്റിഫിക്. നമ്മൾ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡിനെ ശരിയാക്കിയെടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. വേറൊരാൾക്കും നമ്മുടെ മൈൻഡിൽ കയറി ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ മൈൻഡിനെ വീക്കാക്കിയാൽ മാത്രമേ മൈൻഡ് വീക്കാവൂ. വേറൊരാൾക്ക് എൻ്റെ മൈൻഡിനെ വീക്കാക്കാൻ അവർക്കൊരു എൻവയറമെന്റ് ഉണ്ടാക്കാം. പക്ഷെ ആ എൻവയറമെന്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിനനുസരിച്ച് ജീവിക്കുന്നില്ല. ഞാൻ വേറെ എൻവയറമെന്റിൽ ജീവിക്കുകയാണെങ്കിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ഒരാൾക്കും സാധ്യത. അപ്പൊ ആരാണ് എൻ്റെ ബില്ലെഴുതുന്നത്? ആരാണ് എൻ്റെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യുന്നത്? ആരാണ് എൻ്റെ ജീവിതം അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്നത്? ആരാണ് എൻ്റെ ആർക്കിടെക്ട്? ആരാണ് എന്നെ മോൾഡ് ചെയ്യുന്നത്? ഇത് ദൈവമല്ല, ഇത് അവനവൻ തന്നെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും നമ്മൾ എക്സ്ക്യൂസ് അടിക്കുകയാണ്. പലപ്പോഴും പലരും പറയാറില്ല ഞാൻ അങ്ങനെയാണ്, ഐ എം ലൈക്ക് ദാറ്റ്. എനിക്ക് അങ്ങനെ ഈ കല്യാണം കഴിച്ചാലാണ് കൂടുതൽ പ്രശ്നം. എന്തെങ്കിലുമൊക്കെ ബിഹേവിയർ ഡിസോർഡർ ഉണ്ടെങ്കിൽ ഇപ്പൊ ഭാര്യ പറയാണ് നമുക്ക് ഡോണ്ട് ബിഹേവ് ലൈക്ക് ദാറ്റ്. എല്ലാവരും മുന്നിൽ വെച്ച് ഐ എം ലൈക്ക് ദാറ്റ്, ഇഫ് യു വാണ്ട് ടു ആക്സെപ്റ്റ് യു ആക്സെപ്റ്റ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സാധ്യമാണ്. അപ്പൊ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ ചില റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ ആ റെസ്പോൺസിബിലിറ്റി ഭംഗിയായിട്ട് ചെയ്യാൻ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഒരു ഒന്നിച്ചുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസം. ഇപ്പൊ നമ്മളൊരു സംഗീതം, ഒരു പാട്ട് പാടും. ഇപ്പൊ ഒരുപാട് ഇൻസ്ട്രുമെന്റ് അതിൽ ട്യൂൺ ചെയ്ത് പാടുമ്പോഴാണ് ആ പാട്ട് ഭംഗിയാവുന്നത്, അല്ലെ? ഒരാള് അവതാളത്തിലും മറ്റൊരാൾ ഭൂപാളത്തിലും മറ്റൊരു ഭൂതാളത്തിലും പാടിക്കഴിഞ്ഞാൽ ആ പാട്ട് എങ്ങനെയുണ്ടാവും? ഒരു സ്വരം വേറൊരു സ്വരം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ കേൾക്കുന്നവർക്ക് എന്ത് തോന്നും? ഒന്നും തോന്നില്ല. ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ മുട്ട, തക്കാളി, ചെരുപ്പ് ഇതൊക്കെ നമുക്ക് കിട്ടും. കാരണം അവർക്ക് ഡിസ്റ്റർബൻസ് വരും. അപ്പൊ എല്ലാം ഒരു സിങ്ക് ചെയ്യണം, വേണം പറയൂ. പക്ഷെ നമ്മൾ നോക്കൂ, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തും ഫാമിലി ലൈഫിലൊക്കെ അങ്ങനെ ഒരു സിങ്കിങ് ഇന്നുണ്ടോ? കമോൺ,
എന്തുകൊണ്ടാണ് അങ്ങനെ സിങ്കിങ് വരാത്തത്? അതിനാണ് കൃഷ്ണൻ പറയുന്നത്, പലരും അവരുടെ ഉള്ളിലേക്ക് നോക്കുന്നില്ല, അവരുടെ വീക്ക്നെസ്സിനെ പലരും കോംപ്രമൈസ് ചെയ്യുന്നു. ആ വീക്ക്നെസ്സിൽ നിന്ന് പുറത്തു വരാൻ പലരും, ഇനി കുറച്ചൊരു വീക്ക്നെസ് ഇല്ലാത്തവർ അതിൽ ഈഗോ കാണിക്കുകയാണ്, ഞാൻ എല്ലാവരെക്കാളും സുപ്പീരിയർ ആണ്. ഈ തരത്തിൽ ഒന്നുകിൽ അതൊരു ഓവർ കോൺഫിഡൻസ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ഇൻഫീരിയർ കോംപ്ലക്സ് ആയിട്ടും പല രീതിയിൽ ആളുകൾ ജീവിതം കൊണ്ടു നടക്കുമ്പോൾ ഒരിക്കലും ഒരു സിങ്കിങ് ജീവിതം ഉണ്ടാവില്ല. അപ്പൊ അതുണ്ടാവണമെങ്കിൽ കൃഷ്ണൻ പറയുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ, വളരെ ഇഫക്റ്റീവാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ശ്ലോകങ്ങള് കൃഷ്ണൻ അതിൻ്റെ നമുക്കൊരു ക്ലീൻ പിക്ചർ തരികയാണ്. വളരെ ശ്രദ്ധിക്കണം. അവിടെ നമുക്ക് നോക്കാം. ജ്ഞാനം കർമ്മ ച കർത്താ ച ത്രിദൈവ ഗുണഭേദദാ പ്രോച്യതേ ഗുണസംഖ്യാനേ യഥാവശ്രുണുതാന്യപി. 3 കാര്യങ്ങളെ, ജ്ഞാനം, കർമ്മ, കർത്ത, ഇത് 3 നിങ്ങളുടെ തലയിൽ ഓർക്കണം.